പ്രാർത്ഥനയൊന്നും വേണ്ടല്ലോ. തിരുമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഒരു മിനിറ്റ് എന്റെ ഫ്രണ്ടിൽ ഒരു മെസ്സേജ് അയച്ചോട്ടെ. നിങ്ങൾക്ക് ഇതേ ഉള്ളോ? വെറുതെ ദേഷ്യപ്പെടും. പ്രാർത്ഥിക്കാം. നീ നോക്കടി ആരാണ് നീ ഒന്ന് നോക്കട്ടെ. അതൊന്നും തുറന്ന് നോക്കാരാണ്. കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വീട് വെച്ച് അറിയോ? ഇറങ്ങി പോകാൻ പറഞ്ഞേ. ഇങ്ങോട്ട് നിങ്ങൾ പേരെന്തോ? ഞങ്ങളുടെ പേര് സാത്താൻ. പിശാചിനെ എതിർത്ത് പോയി ദൈവത്തിന് സർവ്വായി നമ്മുടെ ബൈബിളിനകത്തുണ്ടല്ലോ. അതെ, പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു മാസം കൊണ്ട് നിങ്ങളുടെ പാസ്റ്റർ പ്രസംഗിച്ചില്ലേ? അന്നേരം നിങ്ങൾ ഇത് നോക്കിയില്ലേ? ദൈവത്തിന്റെ സർവായുധ വർഗം എങ്ങനെ കഴിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അതൊന്നും കേട്ടില്ലല്ലോ. ഞാൻ ഇപ്പോഴോർക്കുന്നു സർവായുധ വർഗം ബൈബിളിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് അത് ബൈബിളിലും ഉണ്ടല്ലോ. ബൈബിളിനകത്ത് എത്രയോ ആൾക്കാരുണ്ട്. അവിടെ ഇരിക്കുന്നില്ല നിങ്ങൾ പോയത്. ഒരു ബൈബിളും ഉള്ള വിശ്വാസികളെ നിഷ്ക്രിയരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബൈബിൾ എടുത്തോണ്ട് വന്നേ നമ്മുടെ. അയ്യോ, അത് എവിടാ വെച്ചേക്കുന്നേ? കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് വെച്ച ഞാൻ എടുത്തില്ല. എനിക്ക് അറിയാൻ പാടില്ല. ഞാനൊന്ന് നോക്കട്ടെ, എടുത്തോണ്ട് വരാമോ? ഇവിടെ വെള്ളമൊന്നുമില്ല. ഇവര് ഭയങ്കര കൗശലക്കാരാ കേട്ടോ. എന്നാ നമുക്ക് ആ ബൈബിൾ എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. ബൈബിൾ എടുത്തോണ്ട് പോവാം. നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. ബൈബിൾ എങ്ങോട്ടാ പ്രാർത്ഥിക്കാം. ഇനി ഈ പ്രാർത്ഥന മുടക്കിയതുകൊണ്ടുള്ള പ്രശ്നങ്ങളായതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താൻ നമ്മുടെ ജീവനങ്ങളെ തകർത്ത് കളയാൻ അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുക. അവന്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കി നാം മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. അത് ദൈവത്തിന്റെ സർവായുധ ധ്യാനിച്ച് വായിച്ച് ദൈവത്തിനായി ജീവിക്കാം. അതിനായി ദൈവമേ അനുഗ്രഹിക്കുക.